സപ്തർഷികളുടെ ചിത്രം ഇവിടെ സമാരാധ്യമാം വിധം ശോഭയാർന്നതാണ്. രൂപത്തിൽ അവർ മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികളാണ്. ആക്രമിക്കാനെടുത്ത ദുഷ്ടനോടു വിവേകത്തിൻ്റെ ഭാഷയിൽ ആണ് അവർ പറയുന്നത്. ദുഷ്ടബുദ്ധിയായ കാട്ടാളനാണെങ്കിലും സപ്തർഷികളുടെ വാക്കുകൾ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സന്നദ്ധത കാട്ടി. വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും താൻ പാപങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളെ പുലർത്തുന്നതെന്നും ആ പാപം നിങ്ങൾ കൂടി പകുത്തെടുക്കുമോ എന്നും ചോദിച്ചു. ഉത്തരമായി ഭാര്യ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരവർ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ നിർവേദത്തോടുകൂടി ദുഃഖത്തോടും താൻ ചെയ്ത പാപഫലം തനിച്ച് അനുഭവിക്കേണ്ടതായി വരുമെന്ന വിചാരത്താൽ തപോധനന്മാരെ കണ്ടു. ആ സംഗമം മൂലം അന്തഃകരണം ശുദ്ധിയുള്ളതായി മാറുകയും ചെയ്തു. വില്ലും അമ്പും മറ്റും ദൂരെ എറിഞ്ഞു ഭക്തിയോടുകൂടി സപ്തർഷികളുടെ പാദസന്നിധിയിൽ നമസ്കരിച്ചു. എന്നെ കണ്ടിട്ട് മുനിവരന്മാർ പറഞ്ഞു. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ യൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽബലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ. സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണബലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനുമതു കേട്ടു ജാതനിർവേദനായി മനസ്സെ ചിന്തിച്ചോരോത്തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തഃകരണവും. ത്യക്ത്വാ ധനുഷരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളണമേ. ശരണാഗത
രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതീതം പദാന്തികേ ദൃഷ്ട്വാ മുനീവരന്മാരും അരുൾ ചെയ്തു.